ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കണം മോളെ. എന്തിന്? ആ പൂതനയുടെ ജോലി ഏറ്റെടുത്തപ്പോ മോളെ ഉപദ്രവിക്കാനല്ലെങ്കിലും ആ തോക്ക് വീട്ടിൽ കൊണ്ടുവന്ന ഞാന്. എന്നെ ഉപദ്രവിക്കാൻ അല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ വന്നിട്ട് അകത്ത് കയറിയാ മതി. മാറ്. ആളുകളുടെ കണ്ണേറ അത് മാറണം. എല്ലാവർക്കും അസൂയ. ഈ പ്രായത്തില് എന്റെ മോൾ എന്തെല്ലാം അനുഭവിച്ചു. എടാ മോനെ രാജു, എന്താ സന്തോഷത്തോടെ നിൽക്കേണ്ട സമയത്ത് നിനക്കെന്തിനാടാ ടെൻഷൻ? ടെൻഷനൊന്നുമില്ല സാർ. മോള് വാ. ഞാൻ എല്ലാവരും നിഷ്കളങ്കമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അവരെല്ലാവരും ചേർന്ന് എന്റെ ചങ്കിനിട്ട് കത്തി കൊണ്ട് കുത്തി. എല്ലാവരെയും എനിക്കറിയാം. പക്ഷേ ഞാൻ മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയിന്ന് മാത്രം. എന്റെ മനസ്സിന് കുറച്ച് സ്വസ്ഥത വേണം. ഒന്ന് ഇറങ്ങി പോവാവോ നിനക്ക് അവിടെ നിന്ന്? ഞാൻ ചോദിച്ചപ്പോ നീ ഒന്നുമില്ലാന്ന് പറഞ്ഞു. അതൊരു നുണയാണെന്ന് എനിക്കെപ്പോഴേ മനസ്സിലായി. നീ നിന്റെ അച്ഛനായ എന്നോടൊരു നുണ പറഞ്ഞതുകൊണ്ട് അതൊരു മഹാഭാവമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നീ എന്നോടൊരു നേര് പറഞ്ഞ അതിനൊരു പരിഹാരം ഉണ്ടാവും. നിന്റെ മനസ്സിന്റെ ടെൻഷനും മാറും. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. പക്ഷെ ഈ ടെൻഷൻ പിടിച്ച മുഖഭാവത്തോടെ നീ എന്റെ മുമ്പിൽ വരരുത്. ഒരു പെരുമഴയും വെള്ളിടിയും കഴിഞ്ഞ് തോർന്നപ്പോ അടുത്ത കരിക്കാറ്റ്. മനുഷ്യന് ഒരു സ്വസ്ഥതയില്ലല്ലോ. ഒരു ചെറിയ കാര്യ അച്ഛനെ കൂടി വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഞാനത് ഷെയർ ചെയ്തത്. എന്ത് കാര്യമുണ്ടെങ്കിലും നീ എന്നോട് പറയേ. നിനക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ലോ ഷെയർ ചെയ്യാൻ.
മകനാണെങ്കിലും പല കാര്യങ്ങളിലും നീ എനിക്ക് ഫ്രണ്ട് തന്നെയാ. അച്ഛാ, ജീവിതത്തിൽ ആദ്യമായിട്ട് വർമ്മ സാർ എന്നോട് വളരെ പരുഷമായിട്ട് സംസാരിച്ചു. പരുഷമായിട്ട് സംസാരിച്ചു എന്നോ? ആ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം. ഇത്രേ ഉള്ളൂ. എടാ, ഇതൊക്കെ വല്ല വഴക്കോ പിണക്കാണോടാ? അത് നിന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു പോയതാ. ചെറിയ ടെൻഷൻ വല്ലതുമാണോ ആ മനുഷ്യൻ അനുഭവിക്കുന്നത്? മന്ത്രി എന്ന നിലയിൽ വല്ല സ്വസ്ഥതയുണ്ടോ? അതിന്റെ കൂടെ കുടുംബത്തിൽ ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങള്. ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന ഭാരം വല്ലതുമാണോ അങ്ങേര് താങ്ങുന്നത്? സത്യം പറഞ്ഞ ആ മനുഷ്യനെ സമ്മതിച്ചു കൊടുക്കണം. അച്ഛാ, എന്നാലും എന്നോടങ്ങനെ. എടാ, നിന്നോട് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ പെരുമാറുന്നത്. അതാണ് നിനക്ക് വിഷമായിട്ട് തോന്നണത്. നാളെ രാവിലെ നീ വർമ്മ സാറിനെ കാണാൻ പോകുമ്പോ നോക്കിക്കോ, അങ്ങേര് ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. അതൊക്കെ അപ്പുറത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോണതല്ലേ. എടാ, ഇക്കാര്യത്തിൽ നീ വിഷമിക്കാൻ തുടങ്ങിയാലോ? വർമ്മ സാറ് നിനക്ക് ആരാ? ഭാര്യയുടെ അച്ഛൻ മാത്രമല്ലോ. അല്ല, വർമ്മ സാറ് മനസ്സിൽ തട്ടി ഒന്നും പറഞ്ഞതല്ല. സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. ശരി അച്ഛാ. ശരി. ആ, മോളെ, എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കണം മോളെ. എന്തിന്? ആ പൂതനയുടെ ജോലി ഏറ്റെടുത്തപ്പോ മോളെ ഉപദ്രവിക്കാനല്ലെങ്കിലും ആ തോക്ക് വീട്ടിൽ കൊണ്ടുവന്ന ഞാന്. എന്നെ ഉപദ്രവിക്കാൻ അല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ, അതിന്റെ പേരില് ഞാനിപ്പോ അനുഭവിച്ചതൊക്കെ ജേട്ടൻ കണ്ടതല്ലേ? ചേട്ടാ, ജേട്ടൻ എന്റെ രാജുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, എനിക്ക് പ്രിയപ്പെട്ട പ്രിയച്ചിയുടെ ഹസ്ബൻഡ്. ചേച്ചി വിഷമിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ എന്റെ ഭർത്താവിന്റെ കുടുംബം കലങ്ങാനും പാടില്ല.